بسم الله الرحمن الرحيم فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين وأصبح الذين تمنوا مكانه بالأمس يقولون ويك أن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أمن الله علينا لخسف بنا ويكأنه لا يفلح الكافرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1333 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 81-82 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين وأصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا من الله علينا لخسف بنا ويكأنه لا يفلح الكافرون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 81-82 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ ഹ്രസ്വമായ ഒരു സെഷനിൽ ഈ 2 ആയത്തുകൾ വളരെ സംക്ഷിപ്തമായിട്ട് വിവരിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഈദ്ഗാഹുകളിലേക്കുള്ള തയ്യാറെടുപ്പിൽ ആണ് എന്നതുകൊണ്ട് കൂടുതൽ സമയം ഇന്ന് ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ നീക്കിവെക്കുന്നില്ല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിൽ അല്ലാഹു ഒരു ഇസ്രായേൽ സമൂഹത്തിലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളെ പരാമർശിക്കുകയാണ് ഉണ്ടായത്. ഹാറൂൻ എന്ന പേരിലാണ് അയാൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ബൈബിളിലും തൽമൂദിലും അതുപോലെയുള്ള യഹൂദ ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള അത്തരം സ്രോതസ്സുകളിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷെ വിവരണം വിശുദ്ധ ഖുർആൻ നൽകുന്ന വിധത്തില് വലിയൊരു പാഠം അയാളുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ ഇവിടെ ഹാറൂനെ പരാമർശിക്കുന്നത് മക്കയിലെ അഭിസംബോധിത സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ആദ്യത്തെ തലമുറ അവരാണ്. അതുപോലെ ചരിത്രത്തിന്റെ പിന്നീട് വരുന്ന ഘട്ടങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് വലിയൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ്. ഭൗതിക താല്പര്യങ്ങളുടെ ഭൗതിക പ്രമത്തതയിൽ അകപ്പെട്ടുപോയി വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയുടെയും ഒക്കെ പാതയിൽ നിന്ന് തെന്നിമാറി പോകുന്ന ആളുകൾക്ക് എക്കാലത്തും ഈ ചരിത്ര സംഭവത്തില് വലിയൊരു പാഠവും അതുപോലെ വളരെ ശ്രദ്ധേയമായ പ്രാധാന്യമുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഈ ചരിത്ര സംഭവം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. അതിലെ തുടർന്ന് ഉള്ള വിവരണമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. അല്ലാഹു ഈ ഖാറൂൻ ജനങ്ങൾക്കിടയിൽ എല്ലാവിധത്തിലുമുള്ള വേഷഭൂഷാദികളുടെ എല്ലാവിധത്തിലുമുള്ള
പളപളപ്പ് കാണിച്ചുകൊണ്ട് അയാളുടെ ആർഭാടത്തിന്റെയും ഭൗതിക പ്രമത്തതയുടെയുമായ എല്ലാ അടയാളങ്ങളുമുള്ള വിധത്തില് ജനങ്ങൾക്കിടയിലേക്ക് വന്ന ഒരു രംഗം അള്ളാഹു നേരത്തെ നമ്മൾ വായിച്ച ഭാഗത്ത് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഭൗതിക ജീവിത നേട്ടങ്ങളെ കുറിച്ച് വലിയ മോഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകള് ഈ ഖാറൂൻ വല്ലാത്ത ഭാഗ്യവാനാണ്, മഹാഭാഗ്യവാനാണ്, അയാളെപ്പോലെ നമുക്കാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള വിധത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചത് നമ്മൾ കാണുകയുണ്ടായി. എന്നാല് വേദജ്ഞാനമുള്ള ആളുകള്, ദൈവികമായ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ജീവിത ദർശനം ഉൾക്കൊള്ളുന്ന ആളുകള് അങ്ങനെയല്ല അതിനെ നോക്കിക്കാണുകയുണ്ടായത്. അവര് മനസ്സിലാക്കിയത് അള്ളാഹു ഓരോരുത്തർക്കുമായി നൽകുന്ന സവാബായിട്ട് നൽകുന്ന വിഭവങ്ങളും സാമ്പത്തികമായ ശേഷിയും അഭിവൃദ്ധിയും ഒക്കെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വിശേഷിച്ച് വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സൗഭാഗ്യകരമായത് അള്ളാഹു അവർക്കായി നൽകുന്ന സവാബായിട്ടുള്ള ജീവിത വിഭവങ്ങളാണ് എന്നാണ്. ജ്ഞാനപരമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകള് അവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായത് അക്കാര്യം അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സംതൃപ്തി അള്ളാഹു നൽകിയ സവാബില് അത് എത്ര ചെറുതാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അതില് ഖനാഅത്ത് കണ്ടെത്തുക എന്ന, ആത്മസംതൃപ്തി കണ്ടെത്തുക എന്ന ഒരു കാര്യം വളരെയേറെ സഹനമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുകൂടി അള്ളാഹു അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ, സ്വാബിറുകൾക്ക് മാത്രമേ ഈ സംതൃപ്തി, സവാബിൽ, അള്ളാഹു നൽകുന്ന സവാബില് സംതൃപ്തി കണ്ടെത്താനും അതില് തൃപ്തി അടയാനും സാധിക്കുകയുള്ളൂ, അത് അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് എന്താണ് ഈ ഖാറൂന് സംഭവിച്ചത് എന്നതാണ് പിന്നീട് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, നാം അയാളെയും അയാളുടെ സൗദത്തെയും അടക്കം ഒന്നിച്ച് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഇതാണ് അള്ളാഹു വളരെ ഹ്രസ്വമായ വാക്കുകളിലായിട്ട് എന്താണ് ഖാറൂന് സംഭവിച്ചത് എന്നത് പറയുന്നത്. ബൈബിളിലോ തൗറാത്തിലോ അങ്ങനെയുള്ള സ്രോതസ്സുകളിലോ ഒന്നും തന്നെ ഈ സംഭവം വിവരിക്കപ്പെടുന്നില്ല. ഖാറൂന്റെ കാര്യത്തില് ഖാറൂൻ ഈ നിഗളിപ്പും അയാളുടെ സമ്പത്തിനോടും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായതിലുള്ള അഹങ്കാരം കാണിച്ചുകൊണ്ടും ഒക്കെ നിലക്കൊണ്ടത്. എന്നിട്ട് സ്വന്തം സമൂഹത്തെ ഒറ്റുകൊടുക്കുന്നവനായിക്കൊണ്ടും ശത്രുവിന് പിന്തുണ നൽകുന്നവനായിക്കൊണ്ടും ഒക്കെ നിലക്കൊണ്ട ആ ഒരു നിലപാടൊക്കെ സ്വീകരിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തില് ഒരു നാൾ അള്ളാഹുവിടെ വിവരിക്കുന്നത് അയാളെയും അയാളുടെ സൗദത്തെയും അയാളുടെ വീടിനെയും അയാളുടെ ഭവനത്തെയും നാം ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. ഫമാകാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു, ആ ഘട്ടത്തില് അയാളെ സഹായിക്കാനായിട്ട് ഒരു സംഘവും അയാളോടൊപ്പം ഉണ്ടായിരുന്നില്ല. അയാളുടെ അടുക്കലേക്ക് ഒരു സംഘത്തിനും ഓടിയെത്താൻ സാധിച്ചില്ല. ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ പോലെയുള്ള എന്തോ ഒരു സംഭവം ഉണ്ടായാൽ വളരെ ആകസ്മികമായി സ്വാഭാവികമായ വിധത്തിൽ ഉണ്ടായ ഒരു സംഭവമാവാൻ സാധ്യതയുണ്ട്. ഭൗതികമായ നേട്ടങ്ങളുടെ പേരിൽ വലിയ തലയെടുപ്പ് കാണിച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്ന ഒരാള് വളരെ അപ്രതീക്ഷിതമായി ഒരു പ്രകൃതിക്ഷോഭത്തിനിരയായി അയാളും അയാളുടെ വീടും അയാളുടെ സൗദവും സമ്പദ് സമൃദ്ധിയും ഒക്കെ ആയിട്ട് ഭൂമിക്കടിയിലേക്ക് അങ്ങ് ആണ്ടുപോകുന്ന ഒരു സംഭവം, അത് തീർത്തും അസ്വാഭാവികമായ ഒരു കാര്യമല്ല. അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ മ്യാൻമറിലും അതുപോലെ തായ്ലൻഡിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായതും ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പ്രദേശങ്ങൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. വളരെ വലിയ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും അതിക്രമങ്ങൾ ജനങ്ങളോട് കാണിച്ചതിൻ്റെതൊക്കെ ആയ ഒരു ചരിത്ര ആ പ്രദേശത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കെടുതികൾ അനുഭവിച്ച ആളുകൾ ലോകത്ത് പലയിടങ്ങളിലായിട്ട് അലയുന്ന
ഒരു സംഭവവും നമുക്ക് നമ്മുടെ മുന്നിൽ ഉള്ള ഒരു ചിത്രമാണ്. എന്തായാലും ഇവിടെ അള്ളാഹു പറയുന്നത്, ഇയാളുടെ ഈ അഹന്തയുടെ ആ കൊടുമുടിയിലേറി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തില് ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർള, അയാളെയും അയാളുടെ ഭവനവും അയാളുടെ സൗദത്തെയും നാം ഭൂമിക്കടിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ആ ഘട്ടത്തില് ഫമാക്കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു, അയാളെ സഹായിക്കുന്നവരായിട്ട് ഒരു സംഘവും അയാളുടെ അടുക്കല് ഉണ്ടായിരുന്നില്ല. എത്ര സേവകരെ വേണമെങ്കിലും ജോലിക്ക് നിർത്തി തനിക്ക് വേണ്ട സേവനത്തിന് സന്നദ്ധരാക്കി നിർത്താൻ കഴിയുന്ന ആളാണ്. പക്ഷെ ആ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരായിട്ട് ഓടിയെത്തുന്ന ഒരു സംഘം അയാളോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതുപോലെ മിന്ദൂനില്ല, അള്ളാഹു അല്ലാത്ത ഒരാളുടെയും സഹായം ലഭിക്കുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അയാൾ ആ ഘട്ടത്തിൽ. ഫമാക്കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ല വമാക്കാന മിനൽ മുൻതസിരീൻ, സ്വയം രക്ഷപ്പെടാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലും ആയിരുന്നില്ല അയാൾ. അയാൾക്ക് അയാളുടെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പിൻബലത്തില് അയാളോടൊപ്പം നിൽക്കാൻ ധാരാളം ആളുകളെ കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഘം അള്ളാഹുവിന്റെ ഈ നടപടി ഉണ്ടായപ്പോ അയാളുടെ സഹായത്തിനായിട്ട് ഓടിയെത്തുകയുണ്ടായിട്ടില്ല. ഇങ്ങനെ ആരും അവിടെ രംഗത്ത് വന്നില്ല. അതുപോലെ സ്വയം അയാൾക്ക് ആ അള്ളാഹുവിന്റെ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന വിധത്തില് സ്വയം സഹായിക്കാനും അയാൾക്ക് സാധിക്കുന്നുണ്ടായില്ല. വഅസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ബിൽ അംസ്, അപ്പോ തലേ ദിവസം അയാളുടെ സ്ഥാനം ആഗ്രഹിച്ചിരുന്ന കുറെ ആളുകളുണ്ടല്ലോ, അയാൾ വലിയ വേഷഭൂഷാദികളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്ന ആ ഘട്ടത്തില് അതില് അസൂയ പൂണ്ട്, ഓ ഹാറൂന് എത്ര സമ്പൽ സമൃദ്ധിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്, അതുപോലെയൊക്കെ നമ്മൾക്കാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ച ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഈ ആളുകള് ഹാറൂന് പിന്നീട് അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോൾ സംഭവിച്ച ആ കാര്യം നിരീക്ഷിച്ചുകൊണ്ട് അവർ പറയുകയാണ്, വാസ്ബഹല്ലദീന തമന്നൗ മക്കാനഹു ബിൽ അംസ്, തലേ ദിവസം ഹാറൂനെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഹാറൂന്റെ സ്ഥാനം, ഹാറൂന്റെ സമ്പൽ സമൃദ്ധി അതൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിരുന്ന ആളുകൾ യഖൂലൂൻ, അവര് ഹാറൂന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, വൈക അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ, കഷ്ടം, അള്ളാഹു അവന്റെ റിസ്ഖ്, അവന്റെ വിഭവങ്ങള് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ഉദാരമായിട്ട് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നിയന്ത്രിച്ച് മാത്രം നൽകുന്നു. ഇതാണല്ലോ വസ്തുത. പക്ഷെ നമ്മൾ അത് മറന്നുപോയി. ഇതാണ് അവർ തിരിച്ചറിയുന്നത്. അള്ളാഹുവിന്റെ നയം ഇക്കാര്യത്തിൽ ഇതായിരുന്നില്ലേ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവന്റെ വിഭവങ്ങൾ കൈയാഴ്ച നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നിയന്ത്രിച്ച് പരിമിതപ്പെടുത്തി മാത്രം നൽകുന്നു. കൂടുതൽ നൽകപ്പെട്ടവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥമൊന്നും അതിനില്ല. കുറച്ചു മാത്രം നൽകപ്പെട്ടവർക്ക് അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന സൂചനയും അതിലില്ല. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ചിലർക്ക് അള്ളാഹു വാരിക്കോരി കൊടുക്കുന്നു, വേറെ ചിലർക്ക് വളരെ നിയന്ത്രിതമായി പരിമിതമായിട്ട് നൽകുന്നു. ഈ കൂടുതൽ ലഭിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ്. കുറച്ചു മാത്രം കിട്ടിയവര് അള്ളാഹുവിന് തൃപ്തിയില്ലാത്തവരാണ് എന്നൊന്നും അതിന് അർത്ഥമല്ല. അങ്ങനെയുള്ള സൂചനകളൊന്നും അതിലില്ല. ഇതായിരുന്നില്ലേ സത്യം? പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാൻ വിട്ടുപോയി, നമുക്കതിൽ പിഴവ് പറ്റിപ്പോയി എന്നാണ് ഈ ആളുകൾ ആ ഘട്ടത്തിൽ തിരിച്ചറിയുന്നത്. കാരണം ഹാറൂന് നൽകപ്പെട്ടതുപോലെയുള്ള സമ്പൽ സമൃദ്ധി നൽകപ്പെടുകയും എന്നിട്ട് അയാൾ നേരിടേണ്ടി വരുന്നത് ഇതുപോലത്തെ ഒരു പരിണതിയുമാണെങ്കിൽ അതിലെവിടെയാണ് അള്ളാഹുവിന്റെ സംതൃപ്തി അയാൾക്കുള്ളത് എന്നത് ആ ഘട്ടത്തിൽ അവർക്ക് ആലോചിക്കാൻ സാധിക്കുകയാണ്. തങ്ങളുടെ ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ ഇരിക്കെ തന്നെ തങ്ങളോട് തങ്ങളുടെ റബ്ബ് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നത് അവർ തിരിച്ചറിയുകയും ചെയ്യണമല്ലോ ആ ഘട്ടത്തിൽ. ആ ഭൂമിക്കടിയിലേക്ക് അയാൾ ആഴ്ത്തപ്പെട്ട ഘട്ടത്തില് ഇവരൊന്നും അതിൽ അകപ്പെട്ടിട്ടില്ല. അകപ്പെടാതെ പോയത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണല്ലോ. അപ്പോ അവർ ആ ഘട്ടത്തില് കൈമലർത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം, വൈക അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ, കഷ്ടം തന്നെ, അള്ളാഹു
അവന്റെ റിസ്ക് വിഭവങ്ങള് അവൻ ഇച്ഛിക്കുന്നവർക്ക് അങ്ങ് നീട്ടി ഉദാരമായിട്ട് നൽകുകയാണ്, കൈയയച്ച് നൽകുകയാണ്. അതുപോലെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ പരിമിതപ്പെടുത്തി നൽകുകയും ചെയ്യുന്നു. ഒരു ഖദറാക്കിയിട്ട്, കണക്കാക്കിയിട്ടുള്ളത് മാത്രം കൊടുക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ലൗലാ മന്നല്ലാഹു അലൈന, അള്ളാഹു നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, നമ്മളോട് പ്രത്യേകമായിട്ട് അവന്റെ കൃപാവായ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ലഖസഫ ബിന, നമ്മളെയും അവൻ ആഴ്ത്തിക്കളയുമായിരുന്നു. നമ്മൾ ഈ നടപടിയിൽ പെടാതെ പോയിട്ടുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നതാണ് അവർ തിരിച്ചറിയുന്നത്. വൈക അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ ലൗലാ മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. എന്നിട്ട് തുടർന്ന് അവർ പറയുന്നത് വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. കഷ്ടം, തീർച്ചയായിട്ടും നിഷേധികൾ ഒരിക്കലും തന്നെ വിജയം വരിക്കുന്നില്ല. അവർക്ക് സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു വരും, ഭൗതികമായ വലിയ നേട്ടങ്ങളും ഐശ്വര്യമൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്ന വിധത്തിലൊക്കെ ഉണ്ടായിരുന്നു വരും. പക്ഷേ അവർ വിജയിച്ചു എന്നതിനർത്ഥമല്ല. അങ്ങനെ വിജയിച്ചു എന്നതിന്റെ സൂചനയാണ് അവരുടെ സമ്പൽ സമൃദ്ധി എങ്കിൽ ഖാറൂനൊക്കെ വിജയിക്കേണ്ടതായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ നടപടി അയാളുടെ ധിക്കാരവും അഹങ്കാരവും ദൈവനിഷേധവും അല്ലെങ്കിൽ നന്ദികേടും ഒക്കെ കാരണമായിട്ട് അയാളെ തേടി വന്നിരിക്കുകയാണല്ലോ ഇപ്പോ. അപ്പൊ അള്ളാഹു ഒരുപാട് ഔദാര്യം നൽകി, അള്ളാഹു ഒരുപാട് വിഭവങ്ങൾ അങ്ങ് ചൊരിഞ്ഞു കൊടുത്തു എന്നതിന് അർത്ഥം അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടു, അവര് ജീവിത വിജയം നേടി എന്നല്ല. അതൊരു തെറ്റിദ്ധാരണയാണ് എന്നത് ഈ ആളുകൾ തിരിച്ചറിയാണ്. കഴിഞ്ഞ ദിവസം അവര് ഖാറൂന്റെ ആ പ്രൗഢിയും പ്രതാപവും ഒക്കെ കണ്ടുകൊണ്ട് ഖാറൂനെ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷെ ഇന്ന് അവരിൽ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു ഖാറൂനേക്കാൾ ഞങ്ങളോട് കാരുണ്യം ചെയ്തിരിക്കുന്നു എന്നതാണ് അവര് തിരിച്ചറിയുന്ന കാര്യം. അപ്പോ ഖാറൂന്റെ ചരിത്ര സംഭവം ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ കാരണം അവർക്ക് ഇപ്പോ അറേബ്യയില് വിശാലമായ അറബ് ഭൂപ്രദേശത്ത് നിലനിന്നിരുന്ന സ്വാധീനവും അവരുടെ വ്യാപാര രംഗത്തൊക്കെ ഉണ്ടായിരുന്ന മേധാവിത്വവും അത് കാരണമായിട്ട് അവർ അനുഭവിച്ചിരുന്ന സുഖക്ഷേമകരമായ അവസ്ഥയുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ ചേരുന്നതിന്റെ ഫലമായിട്ട്, അദ്ദേഹത്തെ പിന്തുണക്കുന്നതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അറേബ്യയിൽ വേരറ്റുപോയ ആളുകളായി മാറും, അല്ലെങ്കിൽ പിഴുതെറിയപ്പെട്ടവരോ റാഞ്ചിയെടുക്കപ്പെട്ടവരോ എന്ന പോലെയൊക്കെ തങ്ങളായി പോകും എന്ന രീതിയിലാണ് അവര് ഈ പ്രതികൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോ അള്ളാഹു ചില സൂചനകളിലൂടെ അവരെ ബോധ്യപ്പെടുത്തിയത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഐശ്വര്യമൊക്കെ തന്നെയും അള്ളാഹു നിങ്ങൾക്കായിട്ട് ഒരുക്കി തന്നതാണ്. അത് പിൻവലിക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല. ഹാറൂന്റെ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഹാറൂന് അള്ളാഹു ധാരാളം ഐശ്വര്യം നൽകിയപ്പോ അയാള് അത് തന്റെ നേട്ടമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അയാൾ അത് തന്റെ സാമർഥ്യം കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതിൽ വേറെ ആർക്കും പങ്കില്ല എന്നൊക്കെയുള്ള ഒരു നിലപാടിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ അധികാരി വർഗത്തോട് ഒട്ടിനിന്നുകൊണ്ട് അവരെ സ്വന്തം വിഭാഗത്തെ ഒറ്റുകൊടുക്കുന്നവനൊക്കെ ആയിട്ട് അയാൾ മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകുന്നത്. ചരിത്ര സ്രോതസ്സുകളിലെ ചില സൂചനകൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും ചെങ്കടൽ കടന്ന് സിനായി മരുഭൂമിയിലേക്ക് എത്തുന്ന ഘട്ടത്തില് ഹാറൂനും അദ്ദേഹത്തിന്റെ പല സമ്പൽ സമൃദ്ധിയുടെ പലതും ഒക്കെ വാരിപ്പെറുക്കിയിട്ട് ഇവരുടെ കൂടെ പുറപ്പെട്ടിരുന്നു എന്നാണ്. സിനായി മരുഭൂമിയിലെ ഏതോ ഒരു ഘട്ടത്തില് ആണ് ഹാറൂന് ഈ ദൈവിക നടപടി നേരിടേണ്ടി വന്നത് എന്ന വിധത്തിലാണ് ചില സൂചനകൾ കാണുന്നത്. പക്ഷെ അത് നമുക്ക് തീർത്ത് പറയാൻ വയ്യ. ഈജിപ്തില് വസിച്ചിരുന്ന കാലത്താണോ ദൈവിക നടപടി ഉണ്ടായത്, അതല്ല സിനായി മരുഭൂമിയിൽ അവർ തങ്ങിയിരുന്ന ഘട്ടത്തിലാണോ എന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ചരിത്ര സ്രോതസ്സുകളോ
അല്ലെങ്കിൽ പിൻബലമോ ഒന്നും നമുക്ക് ലഭ്യമല്ലാത്തൊരവസ്ഥയാണ്. വിശേഷിച്ച് ഹാറൂന്റെ ദുരന്തപൂർണമായ അന്ത്യം ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റോ ന്യൂ ടെസ്റ്റമെന്റോ ഒന്നും ഈ വിധത്തിൽ വ്യക്തതയുള്ള സൂചനകൾ നൽകുന്നില്ല എന്നതിനാലും അതിലൊരു കൃത്യമായ ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു വലിയ ഗുണപാഠം ഹാറൂന്റെ ജീവിതാന്ത്യം ആ വിധത്തിൽ സംഭവിച്ചതിൽ ബാക്കി എല്ലാവർക്കും ഉണ്ട് എന്നതിനാലാണ് അള്ളാഹു ആ സംഭവം ഇവിടെ പ്രത്യേകം നമ്മളെ കേൾപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ 81, 82 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമായ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ആനന്ദം പങ്കിടുന്ന ഒരു സന്ദർഭം, ഒരവസരം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.